മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല അരുൺകുമാറെ, നീയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ അരുൺകുമാറിന് എട്ടിൻ്റെ പണിയാവുകയാണ്. ഇത് ഞാനല്ല പറയുന്നത്, നമ്മുടെ രാഹുലാണ് പറയുന്നത്. അരുൺകുമാറിനെ ഞാൻ വെറുതെ വിടൂല എന്ന് രാഹുൽ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഇത് സിനിമയാണോ, റിയൽ ആണോ, അല്ലെങ്കിൽ സ്വപ്നമാണോ? രാഹുലിൻ്റെ തിരിച്ചു വരവ് കണ്ട് ലോകം ഞെട്ടുകയാണ്, കേരളം ഞെട്ടുകയാണ്. എന്തിനു വേണം, രാഹുൽ ഗാന്ധി അടക്കം ഞെട്ടുകയാണ്. രാഹുൽ ഗാന്ധി കേരള കോൺഗ്രസിന്റെ ചില നേതാക്കളോട്, VD സതീശൻ അടങ്ങുന്ന നേതാക്കളോട് ഒരു കാര്യം പറയുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്തത്? രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇത്രയും തെളിവുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും പറയുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം, ഒന്ന്, അരുൺകുമാറിന് എട്ടിൻ്റെ പണി കിട്ടുകയാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആരാണ് അതിജീവിത? നമ്മുടെ രാഹുലിനെതിരെ വന്ന 3 കേസിൽ രണ്ടാമത്തെ കേസില്ല, അത് റിനി തന്നെ ഏതോ ഒരു ലാപ്ടോപ്പിൽ അയച്ച ഒരു പരാതിയാണ്. എന്നാൽ ആദ്യം കേസ് കൊടുത്ത സ്ത്രീ ആരാണ്? മൂന്നാമത് കേസ് കൊടുത്ത സ്ത്രീ ആരാണ്? ഈ വീഡിയോ ക്ലിയറായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവരുടെ ഫോട്ടോ ഞാൻ വെക്കുന്നില്ല, ചെറിയ രീതിയിൽ ബ്ലർ ചെയ്തിട്ട് ഞാൻ വെക്കാം. അതിനുശേഷം ഞാനൊരു ക്ലൂ തരാം. ഞാൻ പറയുന്ന ആ ക്ലൂ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ രാഹുലിന് ആദ്യവും കേസ് കൊടുത്തത്, മൂന്നാമത് ആര് കേസ് കൊടുത്തു എന്ന് നിങ്ങൾക്ക് ഈസിയായി അറിയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ പൊന്നു കോൺഗ്രസ്സുകാർ അറിയാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തുതരാം. അതായത് നമ്മുടെ രാഹുലിനെതിരെ ഇല്ലാത്ത കേസ് വരുമ്പോൾ നിങ്ങൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അടൂർ പ്രകാശിനെതിരെ ഇല്ലാത്ത ഒരു കേസ് വരുമ്പോൾ നമ്മുടെ രാഹുൽ അതിനെ പ്രതികരിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം നിങ്ങൾ കാണണം. അതിനുശേഷം അരുൺകുമാർ വിഷയം, അതിജീവിത വിഷയം, നമ്മുടെ രാഹുലിന്റെ കേസ് ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈസിയായി ചർച്ച ചെയ്യാം. ഓക്കെ, SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ, അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് SITക്ക് അറിയില്ല എന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണെന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റാവുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം? അപ്പോൾ കാര്യം അതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത്. ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നിറക്കിയതും സഖാക്കളാണ്. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ്. കേട്ടു VD സതീശ, നമ്മുടെ രാഹുലിനെതിരെ ഇല്ലാത്ത കേസ് വരുമ്പോൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അടൂർ പ്രകാശിനെതിരെ ഇല്ലാത്ത ഒരു കേസ് വരുമ്പോൾ നമ്മുടെ രാഹുൽ പറയുന്നതാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഫേസ്ബുക്കിൽ പറയുകയാണ്. അപ്പോൾ ഇത്രയും ചങ്കൂറ്റത്തോട് നമ്മുടെ രാഹുൽ കോൺഗ്രസിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ല? രാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നപ്പോൾ രാഹുൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കെതിരെ ഇല്ലാത്ത ഒരു കേസ് വന്നപ്പോൾ എൻ്റെ ഭാഗം പോലും കോൺഗ്രസ് കേൾക്കാതെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്ക് നല്ലോണം വിഷമമുണ്ട് എന്ന് രാഹുൽ പറയുകയാണ്. അപ്പോൾ രാഹുലിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, രാഹുലെ, നീ കോൺഗ്രസ് വിടുമോ? അപ്പോൾ രാഹുൽ പറഞ്ഞത്, എന്നെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയാലും പ്രശ്നമില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് കോൺഗ്രസ് ഒരിക്കലും പോകില്ല എന്ന് രാഹുൽ പറയുകയാണ്. അത്രയും മികച്ചൊരു കോൺഗ്രസ് നേതാവിനെയാണ് നിങ്ങൾ പുറത്താക്കിയത് കോൺഗ്രസ്സുകാരാ. ഇതിനെ നിങ്ങൾ അനുഭവിക്കും. ഇനിയെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് എത്തിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയാം. സീറ്റ് കൊടുക്കുമെന്നാണ് കിട്ടുന്ന വിവരമൊക്കെ. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ട, കുറച്ച് കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ അരുൺകുമാറിനെതിരെ പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ, ഇനി വല്ലാതെ എന്താ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ, ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന്
അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും ആ മാധ്യമപ്രവർത്തകന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെ പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ. അപ്പൊ ആ മാധ്യമപ്രവർത്തകനും ആലോചിക്കട്ടെ, ഇങ്ങനെ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ആലോചിക്കണം. അരുൺകുമാറെ, നാണമുണ്ട് അരുൺകുമാറെ, നിനക്കെതിരെയാണ് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മുടെ രാഹുലിന്റെ ഓഫീസിൽ നിന്ന് കിട്ടണ വിവരം ഒരു ലിസ്റ്റ് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, ആർക്കൊക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന്. ആ ലിസ്റ്റിൽ മെയിനായിട്ടുമുള്ളത് ഒന്ന് റെണിയുടെ പേരും മറ്റേ ഷഹനാസിനെതിരെ കൊടുത്തല്ലോ, അതിനുശേഷം അരുൺകുമാറിന്റെ പേരും ഉണ്ട് എന്നാണ്. ഉറപ്പായിട്ടും അതായത് നമ്മുടെ രാഹുലിനെതിരെ വന്ന 2 കേസുണ്ടല്ലോ, അത് 2 കേസ് നിലനിൽക്കൂല. സുപ്രീം കോടതിയാണ് പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ വേറൊരു പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കേസാവൂല, നിലനിൽക്കൂല എന്ന്. അതായത് റോഡ് സൈഡിലൂടെ ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണ് നടന്നു പോകുമ്പോൾ അവളെ ക്രൂരമായി കാറിൽ കയറ്റി പീഡിപ്പിക്കുന്നതിനല്ല പറയുന്നത്. അതായത് കിടന്നു കൊടുത്തിട്ട് ബാടിയെ ബാടാ 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 എൻ്റെ റൂമിലേക്ക് വാ ബാ എന്ന് വിളിച്ചിട്ട് അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അതൊരു പീഡനമെന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാഹുലിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ അപ്പോൾ ആരാണ് രാഹുലിനെതിരെ കേസ് കൊടുത്ത അതിജീവിതന്മാർ? നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഷെഹനാസ് ഉണ്ടല്ലോ, ഷെഹനാസ് എന്ന വൃത്തികെട്ട ജന്തു വീണ്ടും നമ്മുടെ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഷെഹനാസിൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചു, ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. മനോരമയ്ക്ക് കൊടുത്തൊരു മറ്റേ കൗണ്ടർ പോയിന്റിലാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അതൊന്ന് കേട്ടുകൊണ്ട് ഷെഹനാസിന് കൊടുക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് ആരാണ് അതിജീവിത എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ്, മാനസികമായി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, നീ ഒരു കുഞ്ഞിന്റെ അമ്മയായി നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ വരുന്നതും ആ പുരുഷൻ അവരെ സമീപിക്കുന്നതും ലൈംഗികമായി അവരെ അപ്രോച്ച് ചെയ്യുന്നതും അവർ ലൈംഗികമായിട്ടുള്ള ബന്ധം തുടരുന്നതും ഒക്കെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം അവർ കാണുമ്പോൾ അവരെ മൃഗീയമായിട്ട് ആ പുരുഷൻ ഉപദ്രവിക്കുകയാണ്, ലൈംഗികമായി യൂസ് ചെയ്യുന്നത്. എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ോടൊപ്പം അവര് നല്ല റിലേഷൻ ഉണ്ടായി. രണ്ടാമത് ഞാൻ പറയട്ടെ, രണ്ടാമത് അവരെ പീഡിപ്പിക്കപ്പെടുകയാണ്, അവരുടെ ശരീരം കീറി മുറിക്കുകയാണ്. അവരെന്ത് ചെയ്യണം? പരാതിപ്പെടണോ, മിണ്ടാതിരിക്കണോ? ഞാൻ ഇത് പരാതിപ്പെടേണ്ട. ഒരു പ്രാവശ്യം ഇവര് പ്രണയത്തിലായിട്ടുണ്ട്, എന്നോട് വിവാഹ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഇതുകൊണ്ട് പരാതിപ്പെടണ്ട എന്ന് വിചാരിച്ച ആ സ്ത്രീ മിണ്ടാതിരിക്കണോ? ഞാൻ അതിന്റെ തെളിവുകൾ, അവരെ ദേഹം മുഴുവൻ കീറി മുറിച്ചിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഫോട്ടോസ് കണ്ടു. ഞാൻ എടി നാണമുണ്ടോ ഷെഹനാസെ, ഉളുപ്പുണ്ടോ? ഞാനൊരു കാര്യം പറയുകയാണ് രാഹുലിനോട്. രാഹുലെ, നീ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇവള് വെറുതെ വിടരുത്, ഇവള് തൂക്കിക്കൊല്ലണം. അതായത് എന്തിനാണ് ഇങ്ങനെ പച്ചക്കളവ് പറയുന്നത്? ഈ ഷെഹനാസിനെ നല്ല രീതിയിൽ അടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഷെഹനാസിന് പൈസ കൊടുത്തത്, ആരാണ് ഷെഹനാസിനോട് ഇത്രയും പച്ചക്കളവ് പറഞ്ഞത് എന്ന് ഷെഹനാസ് തത്ത പറയുന്നത് പോലെ പറയും. എന്തൊരു വൃത്തികെട്ട ജന്തു അല്ലേ ഈ പറഞ്ഞ ഷെഹനാസ്. അതായത് നമ്മുടെ രാഹുലിനെതിരെ ആദ്യ കേസ് വന്നപ്പോൾ ഷെഹനാസ് ഒരു കോൺഗ്രസ്സുകാരിയാണ്, നമ്മുടെ രാഹുലും ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ നമ്മുടെ രാഹുലിന് ആദ്യം കേസ് പോയ സമയത്ത് ഇതേ ഷെഹനാസ് രാഹുലിനോട് പറയുകയാണ്, രാഹുലെ, അതായത് ആരാണ് ആദ്യം കേസ് കൊടുത്തത്, അവൾക്കെതിരെ കേസ് കൊടുക്കണം, നിനക്കൊപ്പമാണ് ഞാൻ എന്ന് ഈ ഷെഹനാസ് പറയുമ്പോൾ രണ്ടാമതൊരു കള്ളക്കേസ് പോകുമ്പോഴാണ് ഷെഹനാസ് തിരിയുന്നത്. അപ്പോഴാണ് ഷെഹനാസിന് പൈസയുടെ കെട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരും, ഈ അമ്മൂമ്മ എന്ന് പറയാം നമുക്ക്. ഈ അമ്മൂമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, 40-50 വയസ്സായ ഷെഹനാസ് എന്ന അമ്മൂമ്മ എനിക്കും രാഹുലും മെസ്സേജ് അയച്ചു എന്ന പച്ചക്കളവ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഷെഹനാസ് ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വൃത്തികേട് പറയുന്നത്. ഇതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഷെഹനാസിന് കിട്ടണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ആരാണ് അതിജീവിതന്മാർ? നിങ്ങൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് രാഹുലിന് ആരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ആ ഇൻ്റർവ്യൂ ചെയ്ത യുവതികൾ തന്നെയെന്ന് ഞാൻ പറയുന്നില്ല, അതായത് ഇൻ്റർവ്യൂ ചെയ്ത യുവതികൾക്കും ചെറിയൊരു പങ്കുണ്ട്. ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാർ തന്നെയാണ് രാഹുലിൻ്റെ അതിജീവിതന്മാരും എന്നെൻ്റെ സംശയം. ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ആരാണ്. ഒരു ഫോട്ടോയും കൂടി ഞാൻ ബ്ലർ ചെയ്തിട്ട് വെക്കാം.
ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെയാണ്. അതായത് ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ രാഹുൽ പാലക്കാടിൽ നിൽക്കുന്ന സമയത്ത്, ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് രാഹുലിനെ ഓരോ സ്ത്രീകളും, മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളും ഇൻ്റർവ്യൂക്ക് വിളിക്കുകയാണ്. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രാഹുലിന് പ്രേമമുണ്ടോ, പെൺകുട്ടികളുടെ ക്രഷ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് രാഹുലിനെ വഷളാക്കി പിന്നീട് മെസ്സേജ് അയച്ചിട്ട് കൊടുത്ത പണിയാണ്. ഓക്കെ, അതാണ്. അതായത് ഇതെല്ലാം കളിച്ചത് ഇൻ്റർവ്യൂ. രാഹുലിന് ആരൊക്കെ ഏതൊക്കെ പെൺകുട്ടികൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടോ അവരൊക്കെ കുറ്റക്കാരെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ 1 2 ആരെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞ് നമുക്കും ജീവിക്കണം ഇവിടെ ആയുസുള്ളത്ര കാലം. അല്ലെങ്കിൽ ഞാൻ ഓപ്പണായി പറഞ്ഞു, എനിക്കങ്ങനത്തെ പേടി എന്ന് പറയുന്ന സംഭവമില്ല. ഇങ്ങനെ ഫോട്ടോ ഓപ്പണായി വെച്ചേനെ. പക്ഷേ നിയമം, പെണ്ണാണ്, എന്തായാലും 10 വർഷം ആര് പോയി ജയിലിൽ കിടക്കുന്നത്, അതുകൊണ്ടാണ് വെക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുലിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.